നമസ്കാരം. റിപ്പോർട്ടർ മലയാളിയിലേക്ക് സ്വാഗതം. എല്ലാ കാലത്തും എല്ലാവരുടെയും വായ് മൂടിക്കെട്ടുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തു വിട്ട ജനപ്രതിനിധികളുടെ ശബ്ദം സഭയിൽ മൂടിക്കെട്ടുകയാണ് കേന്ദ്ര സർക്കാർ. നന്ദി പ്രമേയ ചർച്ചയ്ക്കിടയിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ആസ്പദമാക്കി ചർച്ച കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് എത്തിയത്. വിഷയത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ രണ്ടിടത്തും പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. 22 നോട്ടീസുകളാണ് രാജ്യസഭയിൽ മാത്രം എത്തിയിരുന്നത്. പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കാത്ത പക്ഷം വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയത്. പ്രതിഷേധത്തിനിടെ വായ് മൂടിക്കെട്ടുന്നത് പോലെ രാഹുൽ ഗാന്ധി സംസാരിക്കുവാനായി എഴുന്നേറ്റപ്പോഴൊക്കെയും മൈക്ക് ഓഫാക്കപ്പെടുകയായിരുന്നു. ആദ്യ തവണ മൈക്ക് ഓഫ് ചെയ്തതിനെ ശക്തമായി ചോദ്യം ചെയ്തു. എന്നാൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ വീണ്ടും മൈക്ക് ഓഫാക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ആരോപണം തികച്ചും നിഷേധിക്കുകയായിരുന്നു സ്പീക്കർ. പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായപ്പോൾ പല തവണയായിരുന്നു ഇരു സഭകളും സഭ നിർത്തിവെച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ചയ്ക്ക് വരെ പിരിഞ്ഞു. എന്നാൽ രാജ്യസഭയിൽ ബഹളത്തെ തുടർന്ന് സഭ 12 മണി വരെ നിർത്തിവെച്ചു. 12 മണിക്ക് ശേഷം വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം വലിയ തോതിൽ ശക്തമാക്കി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന NK പ്രേമചന്ദ്രൻ MP-യാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സാധാരണഗതിയിൽ ലോക്സഭാ വെബ്സൈറ്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഇന്ന് അതും ഒഴിവാക്കപ്പെട്ട നിലയിലായിരുന്നു. അതോടെ NK പ്രേമചന്ദ്രൻ സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകുകയായിരുന്നു. ഇന്ന് നീറ്റ് വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറല്ലെന്നും നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കേണ്ടതെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചു. പക്ഷേ നന്ദി പ്രമേയ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചില്ല. ലോക്സഭയിൽ ഇന്ന് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP-യും അറിയിച്ചു. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തൊരുമിച്ച് നിന്ന് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ ദൂരീകരിക്കണമെന്നും രണ്ടു പക്ഷങ്ങളും വിദ്യാർത്ഥികൾക്ക് ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്.